ഒരുപാട് അമ്മമാർ ചോദിക്കാറുണ്ട്, നന്നായിട്ട് എനിക്ക് പാലുണ്ടാവുന്നില്ല, പാല് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ് ഇങ്ങനെ പാല് കുറയാനുള്ള കാരണങ്ങൾ? പല മെഡിക്കൽ റീസൺസ്, വളരെ അപൂർവം ചില ആൾക്കാർക്ക് അവരുടെ ബോഡിയുടെ നേച്ചർ കൊണ്ടുമൊക്കെ പാല് കുറഞ്ഞു പോകാം. അതല്ലാതെ ജനറലായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിങ് ഇൻ എന്ന് പറയും. റൂമിങ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എത്രയും നേരത്തെ കുഞ്ഞിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക, നമ്മുടെ കൂടെ കിടത്തുക, കുഞ്ഞിനെ തൊടുക, കുഞ്ഞിൻ്റെ പ്രസൻസ്, കുഞ്ഞിൻ്റെ കരച്ചിൽ, കുഞ്ഞ് നമ്മളെ തൊടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ഹോർമോൺസിനെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടത് ഒരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴത്തേക്കുള്ളൊരു രീതിയാണ്. അതിൽ തന്നെ നമ്മളൊരു തൊട്ടിൽ വാങ്ങിക്കും, കുഞ്ഞുങ്ങളെ തൊട്ടിൽ കിടത്താനുള്ള ഒരു തൊട്ടിൽ കിടത്തരുത്, കുഞ്ഞുങ്ങളെ നമ്മുടെ കൂടെ തന്നെ. അത് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. കുഞ്ഞ് നന്നായിട്ട് സക്ക് ചെയ്യാത്തതാണ്. എസ്പെഷ്യലി ആദ്യത്തെ കുറച്ച് നാളുകളിൽ പാലൊക്കെ കുറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്ട്രാ ഫീഡ്സ് ഒക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ ഫീഡ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എസ്പെഷ്യലി നമ്മൾ ബോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുവാവുകൾ ആ ബോട്ടിലിൻ്റെ നിപ്പിളിൽ സക്ക് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രസ്റ്റിൽ സക്ക് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും. ഇതിനെ നിപ്പിൾ കൺഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ബോട്ടിൽ ഫീഡ് നമ്മൾ ആദ്യമേ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുഞ്ഞ് പിന്നെ ബ്രസ്റ്റിൽ ഡയറക്റ്റ് സക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അവർ ശരിക്കും സക്ക് ചെയ്യാതാകുമ്പോൾ തന്നെ നമ്മുടെ ബോഡി നാച്ചുറലി തന്നെ വിചാരിക്കുന്നത് കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുന്നില്ല, അവർക്ക് പാല് വേണ്ട, സോ അത്രയും പാല് ഉണ്ടാക്കേണ്ട ആവശ്യം. രാത്രി സമയത്ത് കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഫീഡ് എടുത്താൽ മാത്രമേ, ബ്രസ്റ്റിൽ സക്ക് ചെയ്താൽ മാത്രമേ അമ്മയ്ക്ക് പാലുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണ് ഏറ്റവും കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നത് രാത്രി സമയത്താണ്. അപ്പോൾ ഇതിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സപ്പോർട്ടിങ് ഫാക്ടറാണ് കുഞ്ഞിൻ്റെ ഫീഡ്. കുഞ്ഞ് നന്നായിട്ട് രാത്രി സമയത്ത് സക്ക് ചെയ്താൽ മാത്രമേ ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ വന്നാൽ മാത്രമേ അമ്മയ്ക്ക് നല്ല രീതിയിൽ